ഇവിടെ മറ്റൊരു പ്രശ്നം, അത് വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നമാണ്. കാരണം എണ്ണ 2050-60കളോടുകൂടി എണ്ണയുടെ പ്രസക്തി വളരെ കുറയുകയാണ്. ഇപ്പൊ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഇലക്ട്രിക് വാഹനങ്ങൾ വളരെ സാധാരണമാണ്. ഈ 2030 ശേഷം ഈ പെട്രോൾ ഡീസൽ കാറുകൾ, ഫോസിൽ ഫ്യൂവൽ കാറുകൾ പല യൂറോപ്യൻ രാജ്യങ്ങളും നിർമ്മിക്കില്ല. അവിടെ ഹെവി വെഹിക്കിൾ മാത്രമേ ഇനി പെട്രോളോ ഡീസലോ കൊണ്ട് ഓടുന്നത് വരികയുള്ളൂ. അത് ഇന്ത്യ പോലും 2050 ഇത് ഫേസ് ഔട്ട് ചെയ്യുക എന്നുള്ള ഒരു നിലയിലാണ്. ഒരു 25 കൊല്ലത്തിന് ശേഷം ലോകത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സ്വാധീനം വളരെ കുറയും. ഈ യുദ്ധം വന്നില്ലായിരുന്നെങ്കിൽ 2-3 വർഷമായിട്ട് എണ്ണയുടെ വില $70 ബാരലിൽ താഴെയായിട്ട് കിടക്കുകയാണ്. 2023 ശേഷം ഉയരുന്നില്ലായിരുന്നു. കാരണം ലോകത്തിലെ എണ്ണയുടെ ഉപഭോഗം താഴോട്ട് വന്നു. ഇപ്പോൾ ഇറാനും ഗൾഫും തമ്മിലുള്ള ഒരു മത്സരം ഈ 25-30 കൊല്ലം കൊണ്ട് മാക്സിമം അവരുടെ ഉൽപ്പന്നം വിറ്റഴിച്ച് ഭാവിയിലും തങ്ങളുടെ ആ ഒരു അഫ്ലുവൻസ്, തങ്ങളുടെ സമ്പത്ത് അതുപോലെ നിലനിർത്താൻ വേണ്ടിയുള്ള വലിയ ശ്രമത്തിലാണ് അവർ. അപ്പം ഇത് സമ്പത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, ഇത് അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, ഇത് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ വിട്ടുവീഴ്ചകൾക്കൊന്നും സ്ഥാനമില്ല. ഇതിൽ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ, നമ്മൾ രണ്ടും കൂടി നിൽക്കുന്ന ഒരവസ്ഥ സാധ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഞാനൊരു അന്ത്യപ്രവാചകനെ പോലെ സംസാരിക്കുന്നതായിട്ട് ചിലർക്കെങ്കിലും തോന്നാം. ഞാനൊരു നാശത്തിനെ ഞാൻ പറയുന്ന യാഥാർത്ഥ്യമാണ്.